ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡീൽ ആരോപണത്തിൽ പോര് തുറന്ന പിണറായിയും വി ഡി സതീശനും. ഗോൾവാൾക്കറെ വണങ്ങി വിളക്ക് കൊളുത്തിയത് ഏത് ഡീലെന്ന് പിണറായി. 2006 പറവൂരിലെ ഡീൽ വ്യക്തമാക്കണമെന്നും ഫേസ്ബുക്കിലൂടെ ചോദ്യം. പിണറായി ലക്ഷണമൊത്ത RSS ഏജന്റെന്ന് തിരിച്ചടിച്ച വി ഡി സതീശൻ. RSS നേതാക്കളുമായി ഹോട്ടലിൽ ചർച്ച നടത്തിയത് പിണറായി എന്നും ആരോപണം. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് കേസിലെ അന്വേഷണം അവസാനിപ്പിച്ച ഹൈക്കോടതി. കൊടിമര പുനർപ്രതിഷ്ഠയിൽ ക്രമക്കേടില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. നടന്നത് ആചാരപരമായ നടപടികൾ മാത്രമെന്നാണ് കോടതി നിരീക്ഷണം. ആലുവ എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖിയാണ് മരിച്ചത്. ബോയിലറിൽ ഉണ്ടായ തീകെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. 6ഓളം ഫയർഫോഴ്സ് എത്തിയാണ് കമ്പനിയിലെ തീകെടുത്തിയത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇറാൻ നാവികസേനാ കമാൻഡറും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളുടെ ബുദ്ധി കേന്ദ്രവുമായ അലിറേസ തങ്സിരി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ. ലോകത്തിനാകെ സാമ്പത്തിക പ്രഹരമേൽപ്പിച്ച ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കുക എന്ന തന്ത്രമെനഞ്ഞ തങ്സിരിയുടെ മരണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സോ ഇറാൻ ഭരണകൂടമോ സ്ഥിരീകരിച്ചിട്ടില്ല. അലിറേസയുടെ വധം ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള അമേരിക്ക ഇസ്രായേൽ നീക്കങ്ങൾക്ക് മുന്നോടിയായിട്ടെന്ന് വിലയിരുത്തൽ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളോടുള്ള ഇറാന്റെ നിസ്സംഗത കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ മുന്നറിയിപ്പ്. തങ്ങളുമായി ചർച്ച നടത്തുന്നുവെന്ന് വെളിപ്പെടുത്തിയാൽ ജനത തന്നെ ഇറാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുമെന്ന് ഭയമെന്നും ട്രംപ് ആരോപിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ 5 നിബന്ധനകൾ പുറത്തിറക്കി ഇറാൻ. ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണവും തുടരുന്നു. അബുദാബിയിൽ പ്രതിരോധിച്ച മിസൈലിന്റെ അവശിഷ്ടം പതിച്ച് 2 പേർക്ക് ജീവൻ നഷ്ടമായി. 3 പേർക്ക് പരിക്കുണ്ട്. മരിച്ചത് പാകിസ്ഥാൻ സ്വദേശിയും ഇന്ത്യക്കാരനുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി യോഗം വിളിച്ച പ്രധാനമന്ത്രി. നാളെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗം ചേരുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തും. ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ നേരിടാനുള്ള ചർച്ചകൾ നടത്തുകയാണ് യോഗത്തിന്റെ അജണ്ട. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചൂട് അസഹനീയമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ക്രിക്കറ്റ് ആവേശം വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ രാജ്യാന്തര ഏകദിന മത്സരം സംഘടിപ്പിക്കുമെന്ന് BCCI. സെപ്റ്റംബറിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ ആദ്യ ഏകദിനമാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കുക. ഇന്ത്യൻ സീനിയർ പുരുഷ ടീമിന്റെ 2026-27 രാജ്യാന്തര ഹോം സീസണിലെ മത്സരക്രമങ്ങൾ BCCI പുറത്തുവിട്ടു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.